ഭൂരിപക്ഷം 60 കടന്ന് 70,000-ലേക്ക് എത്തിയിരിക്കുന്നു. ഉടനെ രാഹുലിനെ വിളിച്ച് അഖിലേഷ് യാദവ്. അഖിലേഷ് യാദവിന് കണക്കിന് കിട്ടി എന്ന് തന്നെ പറയാം. അതിന്റെ ആവശ്യവുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തലയരിഞ്ഞ സംസ്ഥാനമായിരുന്നു UP. ഇന്ത്യ മുന്നണിയുടെ മിന്നും പ്രകടനത്തിൽ BJP അവരുടെ 400 സീറ്റ് എന്ന സ്വപ്നം പൂവണിയിക്കാനാവാതെ നിലം പൊത്തുന്നതും അവിടെ നമ്മൾ കണ്ടതാണ്. ഇവിടെയാണ് മൂന്നാം ഊഴത്തിൽ മോദിക്ക് നിഷ്പ്രയാസം കയറി വരാനാവാതെ സഖ്യകക്ഷികളുടെ കൂട്ടുപോലും പിടിക്കേണ്ടി വന്നത്. എന്നാൽ അതിനു പിന്നാലെ സംഭവിച്ചത് അഖിലേഷിന്റെ ഒരു താണ്ഡവമാടലായിരുന്നു. താൻ ഒറ്റയ്ക്ക് മതി എന്ന ഭാവമായിരുന്നു. ഇത്തരത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UPയിൽ നടന്ന 9 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും നൽകാതെ തോന്നിയ പടിക്കായിരുന്നു അഖിലേഷ് കാര്യങ്ങൾ നീക്കിയത്. ഇതോടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കൈപ്പത്തി ചിഹ്നമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷന് നടത്തേണ്ടിയും വന്നു. അഖിലേഷിന്റെ ഒറ്റ വാശിപ്പുറത്താണ് അങ്ങനെ സംഭവിച്ചത്. ഇതോടെ കൂടെ ചേർന്ന മറ്റു സഖ്യകക്ഷികൾക്കെല്ലാം സമാജ്വാദി പാർട്ടിയുടെ സൈക്കിൾ ചിഹ്നം മാത്രം നൽകുകയായിരുന്നു തെരഞ്ഞെടുപ്പിലേക്ക് ഇറക്കിയത്. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ BJP 9-ൽ പകുതിയിലധികം സീറ്റും തൂത്തുവാരി ഇതേ തെരഞ്ഞെടുപ്പിൽ. അവിടെ അന്ന് അവശേഷിച്ച ഒരു നിയമസഭാ മണ്ഡലം കൂടി ഉണ്ടായിരുന്നു. അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലമായ മിൽക്കിപൂരിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ ബലം വന്നപ്പോൾ വീണ്ടും അഖിലേഷ് യാദവിന്റെ SP തോറ്റടിയുകയാണ് ഉണ്ടായത്. ഉത്തർപ്രദേശിലെ മിൽക്കിപൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയത് BJP ആണ്. 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സമാജ്വാദി പാർട്ടിയുടെ അജിത് പ്രസാദിനെ BJP സ്ഥാനാർത്ഥി ചന്ദ്രബാനു പാസ്വാൻ പരാജയപ്പെടുത്തി. അയോധ്യ ലോക്സഭാ സീറ്റിലെ പരാജയത്തിനു ശേഷം മിൽക്കിപൂരിലെ വിജയം BJPക്ക് വലിയ ആശ്വാസവുമായി. അയോധ്യയിൽ വിജയിച്ച ശേഷം SP നേതാവ് അവധേഷ് പ്രസാദ് ഒഴിഞ്ഞ സീറ്റിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അവേഷ് പ്രസാദ് മകൻ അജിത് പ്രസാദിനെയാണ് മിൽക്കിപൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. പാർലമെന്റിലടക്കം ഇന്ത്യ സഖ്യ വിജയത്തിന്റെ പ്രതീകമായി അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ചേർന്ന് വിശേഷിപ്പിച്ച അവധേഷ് പ്രസാദിന്റെ സീറ്റിലെ ഈ വിജയം പക്ഷേ യോഗിക്ക് കരുത്തായി മാറുകയാണ്. ഒന്നോർക്കണം, ഒരിക്കൽ വിജയിച്ച സീറ്റ് രാജിവെപ്പിച്ച് ലോകസഭയിലേക്ക് മത്സരിപ്പിച്ച് രാമക്ഷേത്രം വരെ പണിത് നൽകി പ്രചാരണം കൊഴിപ്പിച്ച് BJPക്കെതിരെ വീണ്ടും ലോക്സഭയിൽ മത്സരിപ്പിച്ച് വിജയിച്ചെടുത്ത് നിന്നാണിപ്പോൾ കനത്ത തോൽവി അഖിലേഷ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അത് ഇന്ത്യ മുന്നണിയിൽ നിന്നും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയൊക്കെ ചവിട്ടി പുറത്താക്കിയതിന്റെ ബലമാണെന്നേ പറയാനുള്ളൂ. അതാണ് കണക്കിന് കിട്ടി എന്ന് പറയാനും കാരണം.